ധർമ്മജൻ ബോൾഗാട്ടി വീണ്ടും വിവാഹിതനായി. ഈ വാർത്തയെ തുടർന്നാണ് ശരിക്കും ഞങ്ങൾ വന്നേക്കുന്നത്. സമ്മതിക്കില്ല, ആരും സമ്മതിക്കില്ല. ഞാനാണെങ്കിൽ സമ്മതിക്കില്ല, അവളുടെ അച്ഛനും സമ്മതിക്കില്ല, എൻ്റെ അച്ഛനും സമ്മതിക്കില്ല എന്ന് പറഞ്ഞ പോലെയാണ്. പക്ഷെ അവൾ എൻ്റെ കൂടെ കട്ടക്ക് നിന്നു, ഞാൻ വിളിച്ചിട്ട് പോകും. അവർക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരെ അവർക്ക് ചൂസ് ചെയ്യാം, നാളെ കല്യാണം കഴിക്കാം. 10ാം ക്ലാസ്സിലൊക്കെ ആയിട്ടുള്ളത് തന്നെ ഈസിയായിട്ട് ദൈവത്തോർത്ത്. ഞാനൊക്കെ ഈ 9th 10th പഠിക്കുമ്പോൾ എനിക്കൊക്കെ സ്നേഹബന്ധമൊക്കെ ഉണ്ടായിരുന്നു. അതേപോലെ ഒന്നും പിള്ളേർക്ക് ഇപ്പം ഇല്ല തൽക്കാലത്തൊക്കെ. വൈക മൈ ബോസിലെ ചായക്കടക്കാരൻ്റെ ഓർമ്മയുണ്ട? ഓ, ഇത്രയും വൃത്തിയായിട്ടൊരു ചായക്കടക്കാരൻ അല്ലേ? അടിപൊളി ചായക്കടക്കാരൻ. എനിക്കിവിടെ തൂറാൻ പോലും സമയം കിട്ടില്ല, അതിനിടക്കല്ലേ കൈയുടെ നഖം വെട്ടാൻ പോകണം. എനിക്ക് മഞ്ജുവാരനാണെങ്കിലും കവ്യമാധവനാണെങ്കിലും ദിലീപേട്ടനാണെങ്കിലും ഇതൊക്കെ പറ്റില്ല. അത് ഞാൻ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ആൾക്കാരാണ്. എനിക്ക് എവിടെ നിന്നാണ് ഈ സീറ്റ് കിട്ടിയത് എനിക്കറിയാൻ പാടില്ല. പിന്നെ എവിടെയോ ഉണ്ടെങ്കിൽ നിർത്തിയ പോലെ ഇപ്പം ചെയ്യാം. ചില അവിടെ നിന്നും തോറ്റു, മാന്യമായിട്ട് തോറ്റു. അതിൻ്റെ ഇടയിൽ എനിക്ക് 2-3 സ്ഥലത്തൊക്കെ വന്നിട്ടുണ്ടായി, കുന്നത്തുനാട് അത് ഇതൊക്കെ വന്നിട്ടുണ്ടായി. പക്ഷേ ഞാൻ പെട്ടുപോയി. അത് പെട്ടുപോയി എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. ഇപ്പം ധർമ്മജനിൽ ഒരു രാഷ്ട്രീയക്കാരനെ അംഗീകരിക്കാൻ പറ്റും. അന്ന് പക്ഷെ എങ്ങനെയായിരുന്നു? അന്ന് ടെൻഷൻ എന്താ നമുക്കറിയില്ല, രാഷ്ട്രീയം ഒന്നും. പ്രത്യേകിച്ച് എനിക്ക് രാഷ്ട്രീയം എന്ന് പറഞ്ഞത് അറിയില്ല. ഞാൻ അമേരിക്ക പൊക്കെ നിർത്തി. അമേരിക്ക പൊക്കൊന്നും ഇല്ല, നിർത്തി. പോകില്ല. പിഷാരുടെ എല്ലാ വർഷവും പോകും, എന്നെ വിളിക്കും. പിന്നെ അവൻ എന്നെ വിളിക്കുന്നത് നിർത്തി. പക്ഷെ ഞാൻ പോകില്ല. ഞാനവിടെ പോയാൽ കരഞ്ഞ് ആവശ്യതയാവും. പിഷാരുടെ ഞാനെന്ന് പറഞ്ഞു, പിഷാരുടെ 6 പൊക്കും നല്ല വെളുത്തിട്ട് ഞാൻ എൻ്റെ താഴെയുള്ള ആളാണ്. ഇതിൻ്റെ ഒരു രസം ഉണ്ടായിരുന്നു ആൾക്കാർക്ക്. അതിൻ്റെ ഒരു കോൺട്രാസ്റ്റ് ഉണ്ട്. ഈ കോൺട്രാസ്റ്റാണ് ഞങ്ങൾ പിടിച്ചത്. നമ്മൾ പറയണതിൻ്റെ 10 ഇരട്ടി കണ്ടന്റ് തരുന്ന ആൾക്കാർ മൊബൈലിൽ ഉണ്ട്. ഞാനൊരു മണ്ടൻ കഥാപാത്രമായിട്ട് നിൽക്കുന്നു എന്ന് വിചാരിക്കുക. തുഷാരുടെ ഒരു ഭയങ്കര മാന്യത. പക്ഷെ ഞാനൊരിക്കലും മണ്ടനല്ല എന്ന് ജനങ്ങൾക്കറിയാം. ഇത് ലണ്ടനിൽ യാത്ര, ഇത് ആൾക്കാരുടെ വിചാരം എന്നെ അങ്ങനെ എടുത്താണെന്നൊക്കെയാ. ഇത് അതൊരു അഭിനയമാണ്. അഭിനയം. മിയയുടെ അമ്മയുടെ 1.5 ടൺ ഘനമുള്ള പെട്ടി അതും ധർമ്മജൻ എടുത്തു കൊടുത്തു. സംഭവമായിട്ടുള്ള സംഭവം അവന്റെ ബുദ്ധിയാണ്. ഈ കോലം കെട്ടിരിക്കുന്ന ധർമ്മേനൊക്കെ സിനിമയിൽ അഭിനയിക്കാമെങ്കിൽ എടുക്കാനായിട്ടുള്ള എൻ്റെ കൊച്ചിനെ അഭിനയിപ്പിക്കാൻ പാടില്ല. എൻ്റെ വീട്ടിൽ നിന്ന് ചായ കുടിച്ചിട്ട് എന്നോട് പറഞ്ഞ വാക്കവര്. എൻ്റെ നിലപാട് ആരായാലും അമ്മയുടെ തലപ്പത്തോ മലയാള സിനിമയുടെ തലപ്പത്തോ ഇനി ജയസീതാണെങ്കിലും ഞാൻ പറയും, എൻ്റെ നിലപാട് ഞാൻ പറയും. അതിൽ ഒരു മാറ്റം വരണമെന്നുണ്ടെങ്കിൽ എൻ്റെ അച്ഛൻ വേറെ ആയിരിക്കണം. സുരേഷ് ഗോപി എന്ന് പറഞ്ഞൊരു മനുഷ്യൻ BJP ആയിക്കോട്ടെ എന്തായിക്കോട്ടെ വിജയിച്ചത് BJPയുടെ വോട്ടുകൊണ്ടല്ല, നന്മേളം മനുഷ്യരുടെ വോട്ടുകൊണ്ട് ജയിച്ചതാണ്. ഇപ്പം നമ്മളോടൊപ്പം ധർമ്മജനുണ്ട്, ഭാര്യ അനുജയുണ്ട്, മകൾ വൈഗ വേദ അല്ലേ? ഹായ്. നിങ്ങളാണ് ശരിക്കും ഇന്ന് ഉപ്പ് വിളമ്പിയതെന്നാണ് എല്ലാവരും കമന്റ് ചെയ്തിരിക്കുന്നത്. അച്ഛൻ്റെ കല്യാണത്തിന് ഉപ്പ് വിളമ്പാൻ പറ്റി അല്ലേ? അടിപൊളിയല്ലേ? ഹാപ്പി അല്ലേ? ശരിക്കും ഒരു പോസ്റ്റാണ് ഇന്ന് എല്ലാവരുടെയും അറ്റൻഷൻ കൊണ്ടുവന്നത്. എൻ്റെ ഭാര്യ വിവാഹിതയാകുന്നു, വരൻ ഞാൻ തന്നെ എന്നുള്ളതായിരുന്നു പോസ്റ്റിൽ. അതായത് ഇത് വലിയ ഒരു പബ്ലിസിറ്റി ആവണ്ട എന്ന് വിചാരിച്ചിട്ടും സംഗതി എല്ലാവരും പറഞ്ഞു കറക്റ്റായിട്ട് നടക്കണം എന്ന് വിചാരിച്ചു. ഇവള് ഉറങ്ങിക്കിടന്നപ്പോൾ ഞാൻ ആലോചിച്ചു എന്ത് പോസ്റ്റ് ഇടണം എന്ന് ആലോചിച്ചപ്പോൾ ഞാൻ വിവാഹിതനാവുന്നു 2ാമതും. അങ്ങനെ അതൊരു സാധാരണ പോലെ ഇപ്പോൾ എൻ്റെ ഭാര്യ വിവാഹിതയാവുന്നു, അതൊരു ഇതുണ്ട്. അപ്പോൾ ആൾക്കാർ എന്താണെന്ന് ചോദിക്കും. വരൻ ഞാൻ തന്നെ എന്ന് പറയുന്നിടത്താണ് അതിൻ്റെ ഒരു നമ്മൾ കോമഡി എഴുതി പോകുന്നതിൻ്റെ പേരിൽ അതിൻ്റെ ഒരു നിങ്ങളെപ്പോലുള്ള ആൾക്കാർ രാവിലെ വരും എന്നുള്ളത് എനിക്ക് നല്ല ഉറപ്പായിരുന്നു. എന്തായാലും അന്വേഷിച്ചിരുന്ന ഉറപ്പായിരുന്നു. അപ്പോൾ ഇത് ഇറങ്ങുന്ന പോലെ പിഷാരുടെയൊക്കെ പോരോട് നീ ഒന്ന് ദൈവത്തെ ഓർത്ത് മര്യാദക്ക് എന്തെങ്കിലും വിട്, നീ അവനെ തന്നെയാണ് കിട്ടിയത്, നിൻ്റെ ഭാര്യയാണ് അവളെന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് ഇടുന്നൊക്കെ പറഞ്ഞ് ഞാൻ അതിലെല്ലാം ഉണ്ടല്ലോടാ, പിന്നെ തിരുന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായി. ഒറ്റ പോസ്റ്റിൽ കഴിഞ്ഞു. എനിക്കൊന്നാമത് ഞാൻ ചെറിയ പോസ്റ്റ് ഇട്ടാൽ പോലും എനിക്ക് ഭയങ്കര ചീത്തയും തെരുവിലേക്കാണ് കിട്ടാറ്. ഞാൻ രാഷ്ട്രീയക്കാരനതിൻ്റെ പേരിൽ അതിൻ്റെ പേരിലൊക്കെ കിട്ടാറുണ്ട്. ഇതിന് ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള എല്ലാവിധ ആശംസകളും. നല്ലതായി, അതായി, ഇതങ്ങനെതായി. ഞാൻ 16 വർഷം മുമ്പ് ഇവള് തട്ടിക്കൊണ്ട് വരുമ്പോൾ ഞാനൊരു ദേവസ്വം അമ്പലത്തിൽ വെച്ചിട്ട് കല്യാണം കഴിക്കുന്നു. ഞാൻ ദേവസ്വം അമ്പലത്തിലൊരു കമ്മിറ്റി അംഗം കൂടിയാണ്. അവിടെ വെച്ച് താലി കെട്ടുന്നു. ആ താലി കെട്ടൽ ഒരിക്കലും ലീഗലി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇത് തന്നെ പിഷാരുടെയും പറഞ്ഞത്, നീ ഇതുവരെ ചെയ്തില്ലേ എന്ന് ചോദിച്ച്. ഒരു പ്രചോദനമാട്ടെ മറ്റുള്ളവർക്കും. ഇങ്ങനെ കല്യാണം കഴിച്ചിരിക്കണം ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ അവർക്കൊരു പ്രചോദനം കൂടി ആകും. കാരണം ഇതൊരു ഗവൺമെൻറ് ലെവലിൽ ഒരു സർട്ടിഫിക്കറ്റ്, ഒരു മാരേജ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ
വലിയ വിലയുള്ളൊരു സർട്ടിഫിക്കറ്റാണ്. തീർച്ചയായിട്ടും എല്ലാവർക്കും അതൊരു മാതൃകയാണ്. അനുജ, ശരിക്കും ഇതൊരു രസമുള്ളൊരു പരിപാടിയാണ്. ഇത് കുറേ വർഷങ്ങൾക്ക് ശേഷം, അന്ന് നിങ്ങൾ ടെൻഷൻ അടിച്ച് ചെയ്തൊരു കാര്യമാണ്. അന്ന് ഇതൊന്നും ആസ്വദിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് കല്യാണം കഴിച്ചപ്പോഴത്തേക്ക് എന്തായിരുന്നു, മക്കളും കൂടെ ഉണ്ടല്ലോ. അന്ന് ഫുൾ ടെൻഷനായിരുന്നു, വീട്ടുകാരില്ലല്ലോ. അന്ന് എങ്ങനെയായിരുന്നു ശരിക്കും പ്ലാനിങ് എങ്ങനെയായിരുന്നു? പ്ലാനിങ് ഒന്നും പോകുന്നതാ. അല്ല, എങ്ങനെ ഫോൺ വിളിച്ചിട്ട് ഇന്ന ദിവസം വരാം, അതേ ഒരു ആക്സിഡന്റിൽ പെട്ടെന്ന് ഉണ്ടായതാണോ? പെട്ടെന്നല്ല, എന്നാലും ഇവരുടെ വീട്ടിലെല്ലാവരും ഭയങ്കര ഗവൺമെൻറ് സർവീസിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. ആ ആ അച്ഛൻ ഗസറ്റ് ഓഫീസറായിരുന്നു, ഉം. ഞങ്ങൾ പോലീസിലാണ്, ഞങ്ങളുടെ ഭാര്യ ഹെൽത്ത് ഇൻസ്പെക്ടറാണ്, ഇവളുടെ ചേച്ചി ടീച്ചറാണ്, ചേച്ചിയുടെ ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഒരു അക്കൗണ്ടൻ്റാണ്. ഞാൻ മാത്രമാണ് മിമിക്രിക്കാരൻ. അപ്പോൾ അവർക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, എന്നെ ഒരിക്കലും പറ്റില്ല. അത് ഞാനാണെങ്കിലും ചെയ്യില്ല, എൻ്റെ മക്കളാണെങ്കിലും ചെയ്യില്ല. പക്ഷേ ഇവള് കട്ടക്ക് നിന്നു, 2-3 ദിവസമൊക്കെ പോയി ചോദിച്ചു, പക്ഷേ അവരാരും സമ്മതിക്കില്ല. ആരും സമ്മതിക്കില്ല. ഇപ്പം ഞാനാണെങ്കിൽ സമ്മതിക്കില്ല, അവളുടെ അച്ഛനും സമ്മതിക്കില്ല, എൻ്റെ അച്ഛനും സമ്മതിക്കില്ല എന്ന് പറഞ്ഞ പോലെയാണ്. പക്ഷെ അവൾ എൻ്റെ കൂടെ കട്ടക്ക് നിന്നു. ഞാൻ വിളിച്ചിട്ട് വന്നു. അന്ന് ഒരു പ്ലാസ്റ്റിക് കവറിൽ ഇവളുടെ സർട്ടിഫിക്കറ്റൊക്കെ ഇട്ട്, SLC ബുക്കും ഡിഗ്രി സർട്ടിഫിക്കറ്റൊക്കെ ഇട്ട് റോഡിൽ വന്ന് നിന്നു. ഞാൻ എൻ്റെ കൂട്ടുകാരനും കൂടി വിളിച്ചിട്ട് വന്നു. നമ്മുടെ ഈ പറഞ്ഞ ക്ഷേത്രത്തിൽ വെച്ചിട്ട് നേരെ വീട്ടിൽ വന്നു. അത്ര ഉണ്ടായിരുന്ന സംഭവം. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളോട് വലിയ അടുപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അച്ഛനും ഞങ്ങൾക്കൊന്നും അടുപ്പമുണ്ടായിരുന്നെങ്കിലും ആദ്യത്തെ കുട്ടി ഇയാൾ വന്നപ്പോഴേക്കും അതൊക്കെ മാറി. പിന്നെ അവർ ഭയങ്കര ഹെൽപ്പായി. പിന്നെ ഞാനായി അവിടുത്തെ മെയിൻ ആള് എന്ന് പറഞ്ഞ പോലത്തെ. ഞങ്ങളിനൊക്കെ ഭയങ്കര സ്നേഹമായി, അമ്മയ്ക്കും അച്ഛനൊക്കെ ഭയങ്കര സ്നേഹമായി. അതൊരു എന്താണ് ഏതാണ് ഇവരെങ്ങനെയാണ് എന്നൊക്കെ അറിയാനുള്ളൊരു താമസം ഉണ്ടാവുമല്ലോ. ഞാൻ അപ്പോഴും അങ്ങനെ തന്നെയാണ്, ഇപ്പോഴും ഇങ്ങനെ തന്നെയാണ്. ഞാൻ അവരെ വിളിച്ച വിളി അങ്ങനെ തന്നെയാണ്. ഞങ്ങൾ അകന്ന ബന്ധുക്കളും കൂടിയാണ്. ഞാൻ ചിറ്റപ്പ എന്നാണ് വിളിച്ചിരുന്നത് വിളിച്ചനെ. ചിറ്റയെന്നാണ് അവളുടെ അമ്മനെ ഇപ്പോൾ വിളിക്കുന്നത്. അതിപ്പോഴും അങ്ങനെ തന്നെ വിളിക്കുന്നത്. വൈക, ഇന്നിപ്പോ എന്തായാലും കഥ ചോദിച്ചിട്ടുണ്ടോ? അത് നേരത്തെ തന്നെ കഥ അറിയാമായിരുന്നു? ഈ 16 വർഷങ്ങൾക്ക് മുമ്പുള്ള കഥ പറഞ്ഞു തന്നോ? അവിടുന്ന് ഇവിടുന്നൊക്കെ ചെറുതായിട്ട് കേട്ടു. പിന്നെ ഇല്ല, ഫുള്ള് അതറിയാം. ഫുള്ള് പറഞ്ഞു. എങ്ങനെയാണ് അമ്മ വന്നത് എന്നൊക്കെ പറഞ്ഞു തന്നോ? ഞങ്ങൾക്കൊരു ചോദിക്കാൻ ഒരു ഇഷ്ടമാണ്. അവരിങ്ങനെ ലവ് മാരേജ് എങ്ങനെയായിരുന്നു എന്നൊക്കെ അവര് പറഞ്ഞു തരും. അപ്പൊ മുന്നേ അറിയാം. ഫ്രീഡം ഉണ്ട് നമുക്ക്. നമ്മുടെ പിള്ളേർക്ക് നമ്മളൊരു ഫ്രീഡം കൊടുത്തിട്ടുണ്ട്. എന്തുണ്ടെങ്കിലും പറയണം. മറ്റേ നാളെ 2 പെൺമക്കളാണ്. നാളെ അവർ സ്നേഹിച്ച് പോകാൻ കഴിച്ച് പോയാൽ ഞാൻ അതിനെ കുറ്റം പറയുന്ന ആളല്ല, ഇവളും ആളല്ല, ഞങ്ങളങ്ങനെ പോകുന്നവരാണ്. അപ്പോൾ അവർ എന്താണ് ഏതാണെന്ന് നമ്മൾ പറഞ്ഞാൽ മതി. അപ്പോൾ നമ്മൾ കറക്റ്റാണോ ഇല്ലേ എന്നൊക്കെ നോക്കിയിട്ട് അത് വേണോ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള സംഭവം മാത്രമേ ഉള്ളൂ. ഒരു കറക്ഷൻ, അത് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഞാൻ പിള്ളേരെ കുറ്റം പറയുന്നില്ല. അവർക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരെ അവർക്ക് ചൂസ് ചെയ്യാം. നാളെ കല്യാണം കഴിക്കാം. 10ാം ക്ലാസ്സിലൊക്കെ ആയിട്ടുള്ളൂ. ഇപ്പം തന്നെ അല്ല ഞാനൊക്കെ മനസ്സിലാക്കാറുള്ള പ്രായമൊക്കെ ആയി. അല്ല ഞാൻ പറഞ്ഞത്, ഞാനൊക്കെ ഈ 9th-ലും 10th-ലൊക്കെ പഠിക്കുമ്പോൾ എനിക്കൊക്കെ സ്നേഹബന്ധമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതേപോലെ ഒന്നും പിള്ളേർക്ക് ഇപ്പം ഇല്ല തൽക്കാലത്തൊക്കെ. പിന്നെ അവർക്ക് വന്നാൽ ഞാൻ കുറ്റം പറയാൻ ആളുമില്ല. ഞാനത്രയ്ക്കും അത് പറയാൻ ആളൊന്നുമല്ല. ഇയാൾക്ക് മാത്രമാണ് അങ്ങനെയൊന്നും ഇല്ലാതിരുന്നത്. അപ്പൊ അത് പറയാൻ ഞാൻ ആളല്ല. അതുകൊണ്ട് നാളെ പിള്ളേർക്ക് എന്തെങ്കിലും വന്നാലും ഞാൻ അവരുടെ കൂടെ നിൽക്കും, നല്ലതാണെങ്കിൽ. അതെ, അനുജ ശരിക്കും അപ്പൊ അന്നത്തെ കാര്യം ഇന്ന് ഓർക്കുമല്ലോ. ഇന്നും ഒരു കല്യാണമാണല്ലോ. അപ്പോ ഓർത്തപ്പോ ടെൻഷൻ ഇല്ലാതെ കല്യാണം കഴിക്കാൻ പറ്റിയതിന്റെ ഒരു ആശ്വാസം ഇല്ലേ? എന്നിട്ട് ഈ കഥയൊക്കെ പറഞ്ഞോ? അത് എല്ലാവർക്കും അറിയാം ഇപ്പോരുമാര്. പക്ഷെ ഇന്ന് എല്ലാം വീട്ടുകാരും കൂടി ഉണ്ടെന്നുള്ള സന്തോഷം ഭയങ്കര ടെൻഷനായിരുന്നു. ഇനി അമ്മ മാത്രമേ ഉള്ളൂ അല്ലേ ഈ ഫാമിലിയിൽ? ധർമ്മജന്റെ അച്ഛനും അമ്മയും മരിച്ചു. അപ്പൊ അവർക്ക് കൂടെ കാണാൻ പറ്റിയ ഒരു കാഴ്ചയായിരുന്നു ശരിക്കും. ഒരു സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു. എന്നിട്ട് സുഹൃത്തുക്കളൊക്കെ എന്താണ് കമന്റ് ചെയ്തത്? ശരിക്കും പറഞ്ഞാൽ നോക്കിയിട്ടില്ല സത്യം പറഞ്ഞ. ഇന്ന് നോക്കാൻ സമയം കിട്ടിയിട്ടില്ല കേട്ടോ. ആകെ തിരക്കായിരുന്നു. ഈ അച്ഛൻ്റെ ഒരു കൊമേഡിയൻ ആണ്, ഒപ്പം ഒരു ഫിലിം ആർട്ടിസ്റ്റ് ആണ്, പിന്നെ രാഷ്ട്രീയത്തിലും ചുവട് വെച്ചിട്ടുണ്ട്. ഈ ഓരോ സ്റ്റേജസും ശരിക്കും എന്താണെന്നൊക്കെയുള്ള നോക്കിയിട്ട് അഭിപ്രായമൊക്കെ പറയാറുണ്ടോ? ഒന്നുമില്ല.
എൻ്റെ സിനിമ വരുമ്പോൾ ഇവന്മാർ മാറ്റിക്കളയും. ആ. എന്നിട്ട് അടുത്ത വിജയിൻ്റെ സിനിമ കാണും. അച്ഛന്റെ സിനിമയൊന്നും കാണില്ല? അങ്ങനെയല്ല, അങ്ങനെയൊക്കെ ചെയ്യും, കാണും. ഉം. പിന്നെ ചില ഇഷ്ടപ്പെട്ട സിനിമ വരുമ്പോ ഇഷ്ടപ്പെട്ട എന്നാ സിനിമ പറഞ്ഞേ? അങ്ങനെയല്ല, ചില നമുക്ക് ഇഷ്ടമുള്ള സിനിമ വരുമ്പോ എനിക്ക് ഇഷ്ടപ്പെട്ട ഞാൻ പറയാം, മറ്റേ ക്ലീറ്റസ് ഉണ്ടല്ലോ, ഇത് ആടിലെ ക്ലീറ്റസ്, അതിൽ മ്യൂസിക് ഒക്കെ ഇട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് ഭയങ്കര ഇഷ്ടമുള്ള BGM ഉള്ളൊരു സാധനമാണ്. അതെനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ്. പിന്നെ ഋതിക് റോഷനിലെ ദാസപ്പൻ കൊള്ളാം. നെക്സ്റ്റ്. അങ്ങനെയല്ല, കൊറേ ഇഷ്ടമാണ്. കുറെ ഇഷ്ടം പറ, ഞാനും പറയാൻ 2-3 ഇഷ്ടങ്ങൾ. അല്ല, അങ്ങനെ ചോദിച്ചാ അവരോട് സൂര്യയുടെയും വിജയുടെയും ചോദിച്ചാൽ അവര് 100 അതെ അച്ഛൻ്റെ നമ്മളെ പറയില്ല. എനിക്ക് മറ്റേ ബിലാലായിട്ട് മറ്റേ ശബ്ദം മാറ്റിയിട്ട് ബിലാൽ, ആ സാധനം ഇല്ലേ, അതിന്റെ ശബ്ദം രസമായിരുന്നു. അത് ഇഷ്ടപ്പെട്ടായിരുന്നോ? ഇഷ്ടമായിരുന്നു. കാരണം ചെറിയൊരാളും വലിയ ആളും കൂടെ നിന്ന് വർത്താനം പറയുമ്പോൾ ഉള്ള ഒരു കോൺട്രാസ്റ്റ് ഉണ്ടല്ലോ യമണ്ടം പ്രേമകഥയില് ഉള്ള. ഇഷ്ടമാണ്. പിന്നെ പാപ്പിയപ്പച്ച ഫസ്റ്റ് പടം. ഒന്നുമില്ല. ഇപ്പൊ ലാസ്റ്റ് പടം പവി കെയർടേക്കറില് ഉണ്ടായിരുന്നോ? ചേട്ടാ, നിങ്ങൾ തന്നെ മനസ്സിലാക്കുക, 135 പടത്തിലധികം ചെയ്ത് അവർക്ക് പറയാൻ പടങ്ങളില്ല. എനിക്ക് പറയാൻ കുറേ പടങ്ങളുണ്ട്, വെറൈറ്റി കറക്റ്റുകൾ, കുറേ പടങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇവർക്ക് പുതിയ തലമുറയാണ്. അപ്പം ഞാൻ പറയാതെ, ഞാനൊരു ദിവസം ബിബിൻ ജോർജിൻ്റെ ഒരു പടം മാർഗംകളി എന്ന് പറഞ്ഞ സിനിമ, അപ്പോൾ അതിൽ ടിക്ടോക്ക് ചെയ്യുന്ന ഒരാളായിട്ടാണ് ഹരീഷ് കണാരൻ. അപ്പോൾ ടിക്ടോക്ക് താരങ്ങൾ കുറേ പേര് ഇതിൻ്റെ പ്രൊമോഷൻ ഭാഗമായിട്ട് വന്നിട്ടുണ്ടായി. അപ്പോൾ ഞാൻ അവരുടെ കൂടെ അവർ ചേട്ടാ ഒന്ന് നിൽക്കുമോ, ഫോട്ടോയിൽ നിൽക്കുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ നിന്നു, ഫോട്ടോ ഒക്കെ എടുത്തു. ഞാനപ്പോൾ ഞാനും ഒരു ഫോട്ടോ എടുത്തു. രാത്രി ഞങ്ങൾ 4 പേരും കൂടി ഒരു ബെഡിൽ കിടന്നുറങ്ങുക. ഇവളെൻ്റെ ഫോണൊക്കെ എടുത്ത് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഇവള് ചാടി എണീറ്റ്, അച്ഛനും എനിക്കായിട്ട് പരിചയമുണ്ടോ ക്രൂ എന്നൊക്കെ പറഞ്ഞാൽ ആരൊക്കെയല്ലേ, പരിചയമുണ്ടോ എന്നൊക്കെ ചോദിച്ചു. മോഹൻലാൽ, മമ്മൂട്ടി, മറ്റേ ഒക്കെ ഇട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് അവർ. പരിചയമുണ്ട്, എല്ലാവർക്കും അറിയുകയും ചെയ്യാം, പേര് ഉൾപ്പെടെ അറിയാം, ദിലീപേട്ടൻ ഉൾപ്പെടെ എല്ലാവർക്കും അറിയാം. പരിചയമുണ്ടോ അച്ഛൻ ഇത്രയും ഞാൻ പറഞ്ഞ ഇങ്ങനെയൊക്കെയാണല്ലോ. അപ്പം അവർക്ക് അവരുടെ ടേസ്റ്റ് വേറെയാണ്. പുതിയ കാലഘട്ടം. അവർക്ക് ഫുക്രു അത് ഇതൊക്കെയാണ് അവരുടെ ടേസ്റ്റ്. ഇപ്പം കരിക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെയൊക്കെയാണ്. നമ്മുടെ സിനിമ ചോദിച്ചാൽ എണ്ണി പറയാൻ പറ്റാത്തതുകൊണ്ടാണ്. അച്ഛൻ 10-35 പടത്തിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഒരു 10 പടം പോലും പറയാൻ പറ്റാത്തത് ഇതുകൊണ്ടാണ്. അവിടെ ടേസ്റ്റ് കണ്ടു തലമുറ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ പിന്നെ അവർക്ക് കഞ്ഞി പിടിക്കാൻ ഈ സിനിമ തന്നെ വേണമെന്നുള്ളത് അവർക്ക് പറയാൻ പാടില്ല. വൈക മൈ ബോസിലെ ചായക്കടക്കാരൻ്റെ ഓർമ്മയുണ്ടോ? ഓ, ഇത്രയും വൃത്തിയായിട്ടൊരു ചായക്കടക്കാരൻ അല്ലേ, അടിപൊളി ചായക്കടക്കാരൻ അല്ലെ. ചില ചായക്കടകളിലൊക്കെ അങ്ങനെ ഉണ്ട്, ഉറപ്പായിട്ടുണ്ടോ? ഇഷ്ടം പോലെ ഉണ്ട്. ഞാനെൻ്റെ മക്കളെ കുറ്റം പറയല്ല, കാരണം ഇനി വരുന്ന തലമുറ അതാണ് അത്തരം. അല്ല, പിന്നെ കോമഡിയുടെ ഒക്കെ സ്റ്റൈലൊക്കെ മാറി. അതല്ല, നമ്മളെ ജീവിച്ച ശൈലിയല്ല, നമ്മളെ ജീവിച്ച രീതിയല്ല. നിലത്ത് മാങ്ങ മുട്ടിക്കിടന്നാലും പറിക്കാണ്ട് കാണാണ്ട് പോരുന്നില്ല. നമ്മൾ മൂല്യമാ ഒരു കൊല്ല് വെച്ച് എറിഞ്ഞു ഒരു കണക്കിന് എങ്ങനെയെങ്കിലും ഒരെണ്ണം കിട്ടിയാൽ എറിയുന്നൊരു കാലഘട്ടം ഉണ്ടത്. അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് പാപ്പിയപ്പച്ചൻ മുതൽ ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയത് പവി കെയർടേക്കറാണ്. ദിലീപേട്ടൻ്റെ ഒരു സിനിമകളുടെ ഭാഗമാകുമ്പോൾ ദിലീപേട്ടനാണല്ലോ ഒരു അവസരമൊക്കെ തരുന്നതും ആ അവസ്ഥയിലേക്ക് മുന്നോട്ട് പോകുന്നതൊക്കെ. പിഷാരടിയെ പോലെ തന്നെ പല സൗഹൃദങ്ങളുണ്ട് സിനിമയിൽ. ദിലീപേട്ടനെ ഓർത്ത് പറഞ്ഞാൽ എന്തായിരിക്കും പറയാം? എനിക്ക് ആദ്യത്തെ പടത്തിൻ്റെ അവസരം തന്നത് പുള്ളിയാണ്. പുള്ളിയുടെ കൂടെ ഞാൻ എൻ്റെ സ്ക്രിപ്റ്റിലൊക്കെ ഇരിക്കുകയൊക്കെ ചെയ്തു. ഞാനായിട്ട് ഒരിക്കലും ദിലീപേട്ടനോട് ദിലീപേട്ട കടുത്ത പടത്തിൽ എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ചാൻസ് ചോദിച്ചിട്ടില്ല. അതാണ് ഏറ്റവും വലിയ കാര്യം. ഞാൻ ചാൻസ് ചോദിക്കാനിരുന്ന ഒരാൾ ചാൻസ് ചോദിക്കുന്ന മുമ്പ് എന്നെ പറഞ്ഞു വിടുകയും ചെയ്തു. പത്തനംതിക്കാട് ഞാൻ വീട്ടിലെത്താൻ പുള്ളിയുടെ ഫോൺ വന്നു, നാളെ തുടങ്ങി ഫുൾ ടൈം ത്രോട്ട് ക്യാരക്ടറാണ് വരണമെന്ന് പറഞ്ഞിട്ട്. അത് എനിക്ക് പിന്നെ സിദ്ദിഖ് സാറ്, അവരൊക്കെ എന്നെ അറിയാമല്ലോ, ഞാൻ അവരോടൊക്കെ ചോദിക്കണതല്ല, അവർക്ക് ഉണ്ടെങ്കിൽ വിളിക്കട്ടെ എന്നുള്ളത്. ദിലീപേട്ടനുള്ള സൗഹൃദം എന്ന് പറഞ്ഞാൽ അത് സൗഹൃദം എന്നതിൻ്റെ അപ്പുറത്തേക്ക് എനിക്കൊരു
ജീവിതം നിന്ന ഒരാളെ പോലെ ഞാൻ കാണണം. ഉം. അത് പറയുമ്പോൾ എനിക്ക് വൈകാരികമായിട്ട് ആരെങ്കിലും എന്തെന്ന് പറഞ്ഞാലും എൻ്റെ പലപ്പോഴും എൻ്റെ ക്യാൻവാസിലൊക്കെ തിരക്ക് പറയുമെങ്കിലും എനിക്ക് അദ്ദേഹം വലിയ ആളാണ്. ഉം. അത് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് ചോറും ഒക്കെ ഞാൻ മറക്കാൻ പാടില്ലല്ലോ. ഇവിടെ വന്നിട്ടുണ്ട്. ഈ വീട് താമസത്തിന് ഞാൻ ആകെ 2 സിനിമാ താരങ്ങളെ വിളിച്ചുള്ളൂ. ഒന്ന് കലാഭവൻ, ഒന്ന് ദിലീപ്. 2 പേരും വന്നു. അത് എനിക്കത് മറക്കാൻ പറ്റുന്നില്ല. ഉം. എനിക്ക് മഞ്ജു വാര്യരാണെങ്കിലും കാവ്യമോഹനാണെങ്കിലും ദിലീപേട്ടനാണെങ്കിലും മറക്കാൻ പറ്റില്ല. ഉം. അത് ഞാൻ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ആൾക്കാരാണ്. ഈ ആ ടൈമിലൊക്കെ ഒരു ടൈമിൽ കേസ് വരുന്ന ടൈമിൽ കണ്ണ് നനയുന്ന സമയത്ത് ഒരുപാട് ട്രോളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇഷ്ടം പോലെ. ഞാനൊരു നിയമസഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയായിരുന്നല്ലോ. എന്തോരം ട്രോൾ വന്നിരിക്കണം അന്നൊക്കെ. ദിലീപേട്ടൻ്റെ അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റാണ് മറിച്ചാന്നൊക്കെ പറഞ്ഞ് അത് മൈൻഡ് ചെയ്യാൻ പോയി. ഞാൻ അല്ലെങ്കിലും മൈൻഡ് ചെയ്യാറില്ല, അല്ലെങ്കിലേ ഒന്നും മൈൻഡ് ചെയ്യാറില്ല. ഈ ട്രോളൊന്നും ഞാൻ മൈൻഡ് ചെയ്യാറില്ലാത്ത ഒരാളാണ്. എനിക്ക് അതിൻ്റെ ഒരു വിഷയമേ അല്ല. എൻ്റെ ഒരു നിലപാടും എൻ്റെ ഒരു സ്റ്റാൻഡും ഞാൻ എന്നും കാത്തു സൂക്ഷിക്കാറും പിടിക്കാറുമുണ്ട്. എനിക്കതൊന്നും ഞാൻ ആർക്കും പണയം വെച്ചിട്ടില്ല. അത് കുടുംബത്തിലാണെങ്കിലും ഭാര്യക്കാണെങ്കിലും ആർക്കാണെങ്കിലും പണയം വെച്ചിട്ടില്ല. എൻ്റെ നിലപാടാണ്. അനുജ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമ്പോൾ മറ്റേതുപോലെ അല്ല. രാഷ്ട്രീയത്തിലേക്ക് അങ്ങനെ ഇറങ്ങിയൊന്നുമല്ലേ. ഇവിടെ കെട്ടണക്ക് മുമ്പ് തന്നെ ഞാൻ രാഷ്ട്രീയമാണ്. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ KSUവിൻ്റെ ലീഡറായിരുന്നു. കോളേജിൽ പഠിക്കുമ്പോൾ ഞാൻ KSU ജില്ലാ സെക്രട്ടറി ആയിരുന്നു. ഞാൻ യൂത്ത് കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. സേവാദളം എന്ന് പറഞ്ഞ സംഘടനയുണ്ട് കോൺഗ്രസ്സിൽ. അതിൻ്റെ സ്റ്റേറ്റ് ബെസ്റ്റ് കേഡറ്റായിരുന്നു. എൻ്റെ എല്ലാ ക്യാമ്പിലും പങ്കെടുത്താണ്. എനിക്കൊക്കെ ഞാൻ ഇങ്ങനെ പടിപടിയായിട്ട് സംഘടനാ തലത്തിൽ വളർന്ന ആളാണ്. കുറേ കോൺഗ്രസ്സുകാരുണ്ട് സിനിമയിൽ. ഞാനും പറയില്ല, സംഘടനാ തലത്തിൽ വന്നൊരു കോൺഗ്രസ്സുകാരൻ ഞാനാണ്. എനിക്ക് എവിടെ നിന്നാണ് ഈ സീറ്റ് കിട്ടിയതെന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷെ എനിക്ക് അങ്ങനെയൊന്നും വലിയ ചിലവോ കാര്യങ്ങളോ ഒന്നും വന്നില്ല. ഞാൻ എന്നെ എവിടെയോ ഉണ്ടെന്ന് നിർത്തിയ പോലെ ഇപ്പോൾ ചെയ്യാൻ. ഞാൻ അവിടെ നിന്നു തോറ്റു, മാന്യമായിട്ട് തോറ്റു. പക്ഷേ കുഴപ്പമില്ല, അനക്കൊക്കെ ഉണ്ടാക്കിയിട്ട് നിർത്തി പോന്നു. അതുകൊണ്ട് അങ്ങനത്തെ ഒരു നഷ്ടബോധമോ കാര്യങ്ങളൊന്നുമില്ല. ഞാൻ അത് കഴിഞ്ഞിട്ട് നേരെ പോയത് തിരുമാലി എന്ന് പറഞ്ഞ നേപ്പാളിൽ ഈ പടത്തിന് ഷൂട്ടിങ്. അപ്പോൾ പിറ്റേ ദിവസമാണ് രാവിലെ എണീക്കുമ്പോൾ ജോണി ആൻ്റണി ഉണ്ട് പടത്തിൽ. ജോണി ചേട്ടൻ ഇന്നല്ലേ റിസൾട്ട് എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അതെ, ടെൻഷനൊന്നുമില്ലേ എന്ന് ചോദിച്ചു. എന്തിനാണ് ടെൻഷൻ, ഞാൻ തോക്കുമല്ലോ, എന്തിനാണ് ടെൻഷൻ? എൻ്റെ പൂര് നിങ്ങളെപ്പോലത്തെ ഒരു മനുഷ്യനെ ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പിൽ നിന്നിട്ട് തോക്കോ ജയിക്കുമോ എന്ന് അറിയാൻ പറഞ്ഞിട്ട് ജോണിച്ചേട്ടൻ ഇങ്ങനെ പറഞ്ഞു. ചേട്ടാ ഞാൻ തോക്കും, അവിടെ 45 വർഷമായിട്ട് ആൾക്കാർ അവിടെ ജയിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അഥവാ ജയിച്ചാൽ തന്നെ എന്നെ ബോംബറിഞ്ഞ് കൊല്ലും, ദൈവത്തെ പുറത്ത് അതൊന്നും ഷൂട്ടിങ്ങിന് വന്നു പറഞ്ഞു. മാനമായിട്ട് നോക്കുകയും ചെയ്തു. അത്രേ ഉള്ളൂ എൻ്റെ രാഷ്ട്രീയ പാരമ്പര്യം എന്ന് പറയാനായിട്ട്. തെരഞ്ഞെടുപ്പിൽ നിന്നല്ലേ അതിൻ്റെ ഇടയിൽ എനിക്ക് 2-3 സ്ഥലത്തൊക്കെ വന്നിട്ടുണ്ടായി, കുന്നത്തുനാട് ഇതൊക്കെ വന്നിട്ടുണ്ടായി. പക്ഷേ ഞാൻ പെട്ടുപോയി. അത് പെട്ടുപോയി എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. ഞാൻ ഈ പ്രാവശ്യവും എനിക്ക് ഷൂട്ടിങ്ങിൻ്റെ തിരക്കായതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റില്ല. എന്നാലും മുരളീധരൻ്റെ അവിടെ ഹൈബ്രിഡ് കൂടെയൊക്കെ ഞാൻ പോയി. ഞാൻ അടിയുറച്ച ഒരു കോൺഗ്രസ്സുകാരനാണ്. എനിക്ക് മരിക്കുമ്പോൾ ഒരു കോൺഗ്രസിൻ്റെ പതാക വെച്ചു. എൻ്റെ അച്ഛൻ മരിച്ചപ്പോൾ കോൺഗ്രസിൻ്റെ പതാക ജയിച്ചായിരുന്നു. എൻ്റെ അമ്മച്ചി മരിച്ചപ്പോൾ കോൺഗ്രസിൻ്റെ പതാക ഉണ്ടായിരുന്നു. ഈ രാഷ്ട്രീയത്തിലേക്ക് ഇങ്ങനെ സജീവമാവാൻ ശ്രമിക്കുന്ന സമയത്ത് സിനിമ നല്ലൊരു രീതിയിൽ നിൽക്കുന്ന ഒരാളാണ്. മിമിക്രിയിൽ അത്യാവശ്യം വേദികളുണ്ട്, എവിടെ പോയാലും പ്രോഗ്രാം കിട്ടും. അങ്ങനെ ഒരു അവസ്ഥയിൽ ഇങ്ങനെ ഒരു സ്ഥാനത്തിലേക്ക് വരുമ്പോൾ എന്തെങ്കിലും ആശങ്ക തോന്നിയിരുന്നു? അന്ന് എന്താ പറഞ്ഞത്? ഫസ്റ്റ് ടൈം തോന്നിയായിരുന്നു, ടെൻഷൻ ഉണ്ടായിരുന്നു. എങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ലല്ലോ ഫീൽഡ്. പിന്നെ ഇപ്പം എന്നോട് ചോദിച്ചാൽ ചിലപ്പോൾ ഞാൻ ഓക്കെ പറയും. അന്നൊരു ടെൻഷനായിരുന്നു. പിന്നെ നമ്മൾ കണ്ടു. ഇപ്പം 1 മാസം ഞങ്ങളും അവിടെ ഉണ്ടായിരുന്നു കൂടെ. അപ്പം രാവിലെ തൊട്ട് രാത്രി വരെയുള്ള ഇത് നമ്മൾ കണ്ടുകൊണ്ട് അങ്ങനെ ഇപ്പം കുഴപ്പമില്ല. ഇപ്പം ധർമ്മജനിലെ ഒരു രാഷ്ട്രീയക്കാരനെ അംഗീകരിക്കാൻ പറ്റും. അന്ന് പക്ഷെ എങ്ങനെയായിരുന്നു? അന്ന് ടെൻഷൻ എന്താന്ന് നമുക്ക് അറിയില്ല. രാഷ്ട്രീയം പ്രത്യേകിച്ച് എനിക്ക് രാഷ്ട്രീയം എന്ന് പറഞ്ഞത് അറിയില്ല. അപ്പൊ എങ്ങനെയാണ് എന്താന്ന് അറിയില്ലാത്തോണ്ട് ടെൻഷൻ ഉണ്ടായി. ഒറ്റ കാര്യമുള്ളൂ, ഞാൻ രാഷ്ട്രീയത്തിൽ പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, രാഷ്ട്രീയം ഒരു സേവനമാണ്. എൻ്റെ ജോലി ഇതാണ്. ഇവിടെ പലരും പല ഇതായിട്ട് വരും. ചിലപ്പോൾ ബീവറേജിൽ ഇരിക്കണടുത്ത് 100 രൂപ തികയാണ്ടിട്ട് ഇവിടെ വന്നിട്ട് ചേട്ടാ വല്ലക്കടിച്ചിട്ട് വന്നിട്ട് ഒരു 100 രൂപ വേണം, എന്താ ചേട്ടാ ഒരു സാധനം മേടിക്കാനായിട്ടേ
തികയാണ്ട് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ട്. ഇവരെ നമ്മൾ അംഗീകരിക്കണമല്ല. എനിക്ക് വേണമെങ്കിൽ ഒരു ഫ്ലാറ്റ് എടുത്തിട്ട് പോയി താമസിച്ചിട്ട് ആരും കയറാത്തൊരു സ്ഥലത്ത് എനിക്ക് ഇഷ്ടമല്ല. എൻ്റെ പിള്ളേർ ഒരു വീട്ടിൽ വളരണം, മുറ്റത്തോ, അങ്ങനത്തെ ഒരു കോൺസെപ്റ്റിലാണ്. നാടും ഭയങ്കര ഇഷ്ടമാണ്, നാട്ടിൻപുറവും ഒക്കെ ഭയങ്കര ഞാൻ ഇഷ്ടമാണ്. അമേരിക്ക പോക്ക് നിർത്തി. അമേരിക്ക പോക്കൊന്നും ഇല്ല, നിർത്തി. പോകില്ല. പിഷാരുടെ എല്ലാ വർഷവും പോകും. എല്ലാ വർഷവും 2 പ്രാവശ്യം ഉണ്ട്. അവൻ എന്നെ വിളിക്കും, പിന്നെ അവൻ എന്നെ വിളിക്കുന്നത് നിർത്തി. ഞാൻ പോകില്ല. എനിക്ക് ഉള്ളതുകൊണ്ട് ഭയങ്കര പ്രശ്നമാണ്. എന്നാൽ ഞാൻ വീട്ടിലുണ്ടാവും എന്ന് ചോദിച്ചാൽ വീട്ടിലുണ്ടാവില്ല. വീടിൻ്റെ പരിസരത്തൊക്കെ ഉണ്ടാവും. വിളിച്ചാൽ ഒരു 2 വീലറിന് ഓടി എത്താനുള്ള പരിസരത്ത് ഞാൻ ഉണ്ടാവും. പക്ഷെ ഞാൻ പോകില്ല. ഞാൻ അവിടെ പോയി കിടന്ന് കരഞ്ഞ് അവശതയാവും. ഒരു മാസത്തേക്ക് ഒരു അമേരിക്കൻ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ 45 ദിവസം 48 ദിവസമൊക്കെ ആയിരിക്കും. അപ്പോൾ ഞാനതിന് 4 വർഷം പോയിട്ടുണ്ട്. എന്നാലും അതൊക്കെ ഓരോരോ കാര്യത്തിന് വേണ്ടി പോയത്. അതൊക്കെ അതെ. ഈ ധർമ്മജൻ പിഷാരടി കോംബോ ഉണ്ട്. ഇപ്പോൾ ധർമ്മജൻ എവിടെയെങ്കിലും പോകുന്നത് തന്നെ ഇപ്പോൾ അന്ന് നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ സാധനമില്ലേ, അത് ഇൻസ്റ്റന്റ് ആയിട്ട് ചെയ്തെടുത്തത്. പിഷാരടിയുടെ ഒരു മിടുക്കാണ് ധർമ്മജനെ എങ്ങനെയാണ് ഈ വീഡിയോയിലുള്ളിൽ രസമായിട്ട് അവതരിപ്പിക്കുക എന്നുള്ളത്. ധർമ്മജൻ പിഷാരടി കോംബോയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. എല്ലാവർക്കും ഇഷ്ടമെന്ന് പറയുന്നത് പരസ്പരം കളിയാക്കുന്ന ഒരു സ്പേസ് ഉണ്ട്. രണ്ടുപേരും സുഹൃത്തുക്കളായതുകൊണ്ട് ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്നത് ഈ സ്റ്റേജ് പെർഫോമൻസ് ആണോ സിനിമയാണോ കൂടുതൽ രസം കാണാൻ? രണ്ടും. പിന്നെ ഞാൻ വന്ന ടൈമിൽ സ്റ്റേജ് പ്രോഗ്രാംസ് ആയിരുന്നല്ലോ കൂടുതൽ. അപ്പം അതൊരു പ്രത്യേക ഒരു ഫസ്റ്റ് ടൈം വന്നപ്പോഴുള്ള ഒരു ഇതാണ്. അപ്പം അതിഷ്ടമാണ്. രണ്ടും ഇഷ്ടമാണ്. പിഷാരടി ഞാനെന്ന് പറഞ്ഞാൽ പിഷാരടി 6 പൊക്കും നല്ല വെളുത്തിട്ട് ഞാൻ എൻ്റെ താഴെയുള്ള ഒരാളാണ്. ആൾക്കാർ അതിൻ്റെ ഒരു കോൺട്രാസ്റ്റ് ഉണ്ട്. ഈ കോൺട്രാസ്റ്റാണ് ഞങ്ങൾ പിടിച്ചത്. ഞാൻ കള്ളനാവുക, അവൻ പോലീസാവുക, അവൻ ഡോക്ടറാവുക, ഞാൻ രോഗിയാവുക, എന്നിങ്ങനെയൊക്കെയുള്ളത്. പക്ഷെ അവൻ രോഗിയായിട്ട് ഞാൻ ഡോക്ടറായാലും കുഴപ്പമുണ്ടാവില്ല. പക്ഷെ രോഗിയാകാൻ അവന് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അവന് ബുദ്ധിമുട്ടല്ല, ഞാൻ വന്ന് ശരിക്കും പറഞ്ഞാൽ അത് കോൺട്രാസ്റ്റ് ബേസ് മനസ്സിലായി പ്രശ്നമാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ ക്യാരക്ടർ ബേസ് ഞങ്ങൾ ഭയങ്കര കറക്റ്റായിരുന്നു എല്ലാം. പിന്നെ ഈഗോ എന്ന് പറയുന്ന സംഭവമുണ്ട് ആർട്ടിസ്റ്റുകൾക്കിടയിൽ, എല്ലാവർക്കും ഉണ്ട്. അത് ഞങ്ങൾക്കിടയിൽ ഉണ്ടായില്ല, ഞങ്ങളുടെ കുടുംബങ്ങൾക്കിടയിൽ ഉണ്ടായില്ല. അവൻ്റെ പെണ്ണ് കാണാൻ പോയതും ഞാൻ തന്നെയാണ്. ഇവളെ തട്ടിക്കൊണ്ടുപോകുമ്പോഴും വിളിച്ചു പറഞ്ഞത് ഞാൻ ആദ്യം അവനോടാണ്. ഞങ്ങൾ കുടുംബം തമ്മിൽ ബന്ധമുണ്ട്. സാജൻ പുള്ളിടത്ത് ഞങ്ങൾ നല്ല ബന്ധമുണ്ട്. അവനെ കാണുമ്പോൾ പറയും, കൂട്ടുകാരൻ സിനിമയിൽ അടിച്ചു കയറുന്നുണ്ടല്ലോ എന്ന് പറയും. ചിലർ എന്നെ കാണുമ്പോൾ എന്തായി പണയൊന്നുമില്ലേ എന്ന് ചോദിക്കും. ഇതൊന്നും ഞങ്ങളെ ബാധിക്കാറില്ല, ഞങ്ങളത് മൈൻഡ് ചെയ്യാറില്ല. അതുകൊണ്ട് ഞങ്ങളൊന്നും പ്രശ്നമില്ല. ഇന്ന് രാവിലെ ഞങ്ങൾ സ്റ്റേജ് പ്രോഗ്രാം കുറവാണെങ്കിലും വിളിക്കുന്നൊരു കുറവില്ല. അങ്ങോട്ട് കാണാൻ വിളിക്കുകയും പിടിക്കുകയും. അവനെ കിട്ടിയില്ലെങ്കിൽ അവൻ്റെ ഭാര്യനെ വിളിക്കും, അല്ലെങ്കിൽ അവൻ്റെ അമ്മനെ വിളിക്കും, എൻ്റെ അച്ഛനെ വിളിക്കും, അവൻ്റെ പെങ്ങളോ എല്ലാവരും വിളിക്കും. അതുകൊണ്ട് ഒരു പ്രശ്നവും ഞങ്ങൾ തമ്മിൽ അങ്ങനത്തെ ഒരു കാര്യത്തിലില്ല. ഷാരടി, ഞാനും, സാജൻ പുള്ളിരുത്തി, മരിച്ചുപോയ സുബി, ദേവിചന്ദന, കോട്ടയം ഹരിദാസ്, പ്രജിത്ത് എന്നൊക്കെ പറഞ്ഞ ഒരു ടീമുണ്ട്. അത്ര അതൊന്നും ഇങ്ങനെ അങ്ങോട്ട് പോകണമായിരുന്നു. ആർക്ക് ഏത് റോള് വേണമെന്നൊന്നും ചോദിക്കില്ല. എനിക്ക് ആ റോൾ വേണം. ചിലപ്പോൾ ഷാരടി തീരുമാനിക്കും, ചിലപ്പോൾ സാജൻ പിള്ളേർത്ത് തീരുമാനിക്കും, നീ അത് ചെയ്യും, ഇവൻ ഇത് ചെയ്യും. അല്ലാണ്ട് എനിക്കത് വേണം, എനിക്കിത് വേണം, അങ്ങനത്തെ ഒരു എന്തായാലും. അതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ തർക്കവും തല്ലുകൊടുത്തുണ്ടാകാതെ ഞങ്ങളുടെ ഗ്രൂപ്പ് പോക്ക് വളരെ വർഷങ്ങളുണ്ടായിരുന്നു. ഇപ്പം മിമിക്രി ഇല്ല ഞങ്ങൾ തമ്മിൽ. അത് ഇപ്പോഴത്തെ അമ്പലത്തിൽ പറമ്പിൽ പോയിട്ട് ആൾക്കാരെ ചെറുപ്പിക്കാൻ ഇത്തിരി പാടാം, പിന്നെ നമ്മളെ താങ്ങാനും ഒത്തിരി പാടാം. അപ്പം അതുകൊണ്ട് ഇപ്പം ഇല്ലെന്നേ ഉള്ളൂ. പക്ഷെ ഞങ്ങൾ പോയ ദൂരം വേറെ ആരും പോയിട്ടില്ല.